പെരുമാറിയാൽ സമൂഹത്തിന് എങ്ങനെ നീതി ലഭിക്കുമെന്ന് ഹൈക്കോടതി. പോലീസ് ആയാലും ജഡ്ജി ആയാലും പദവിക്ക് ചേർന്ന വിധമാണ് പെരുമാറേണ്ടത്. കോടതികൾ ഇഷ്ടമുള്ളത് പറയുകയും ഞങ്ങൾ തോന്നിയത് ചെയ്യുമെന്നുള്ള സമീപനം അംഗീകരിക്കാനാകില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. വാഹനം വിട്ടു നൽകാനുള്ള കോടതി ഉത്തരവുമായി സ്റ്റേഷനിൽ ചെന്ന അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥനെ വിമർശിച്ചാണ് കോടതിയുടെ പരാമർശം. ജോലിയിലെ സമ്മർദ്ദമാണ് തെറ്റായ രീതിയിൽ പെരുമാറാൻ കാരണമെന്നതടക്കം ആരോപണ വിധേയനായ ആലത്തൂർ മുൻ SI VR റനീഷ് നൽകിയ സത്യവാങ്മൂലമാണ് വീണ്ടും കോടതിയുടെ വിമർശനത്തിനിടയാക്കിയത്. മുമ്പ് കേസ് പരിഗണിച്ചപ്പോഴും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടപടിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ജോലിയിലെ സമ്മർദ്ദമെന്ന് ന്യായീകരിച്ച് അതിക്രമം കാട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് തത്സ്ഥാനത്ത് തുടരാൻ അവകാശമില്ലെന്ന് കോടതി പറഞ്ഞു. സമ്മർദ്ദം എല്ലാ ജോലികൾക്കും ഉണ്ടെന്നിരിക്കെ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥന്റെ ഇത്തരം ന്യായീകരണങ്ങൾക്ക് അടിസ്ഥാനമില്ല. അഭിഭാഷകരോടുള്ള സമീപനം ഇതാണെങ്കിൽ സാധാരണക്കാരോടുള്ള പെരുമാറ്റം എന്തായിരിക്കും? മോശമായി പെരുമാറിയിട്ടില്ലെങ്കിൽ മാപ്പ് പറഞ്ഞത് എന്തിനാണ്? ഇങ്ങനെയെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരണ നേരിടേണ്ടി വരും. കോടതി ഉത്തരവ് ലംഘിച്ചതിനാണ് കേസെടുത്തത്. കോടതിയെ ലക്ഷ്യം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ താൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആരോപണ വിധേയനായ SI സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത്തരമൊരു സത്യവാങ്മൂലം അംഗീകരിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. പുതിയ സത്യവാങ്മൂലം നൽകാമെന്ന് ഉദ്യോഗസ്ഥന്റെ അഭിഭാഷക കോടതിയെ അറിയിച്ചു. തുടർന്ന് ഹർജി വീണ്ടും മാർച്ച് 1 പരിഗണിക്കാൻ മാറ്റി. ഇതിനിടെ അഭിഭാഷകർക്ക് ജോലി ചെയ്യാൻ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ സർക്കാർ 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ കോടതി നിർദ്ദേശിച്ചു. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയും കേരള ബാർ കൗൺസിലും കേസിൽ ഇടപെട്ടിട്ടുണ്ട്.